ഹലോ, അസ്സലാമു അലൈക്കും. എന്തെല്ലാം ഉണ്ട്? എല്ലാവർക്കും സുഖമാണല്ലോ? നോമ്പെല്ലാം എത്തി, എല്ലാവരും ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പം ഞാനും ഇതാ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന മൂടിപ്പത്തിലും ബീഫ് കറിയുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ ചുറ്റിച്ചിട്ട് ചുടുന്ന വെള്ളാപ്പം പോലെയെന്ന്. സ്പൂൺ കൊണ്ട് ഇത് ചുറ്റിക്കുന്ന സമയത്ത് പാനിലെല്ലാം ഒന്ന് പറ്റി പിടിക്കും. അപ്പം ഞാൻ കുറച്ച് ചോറ് അധികം കൂട്ടിയത് കൊണ്ടാണോ എന്നറിയില്ല, പക്ഷെ ചോറ് അധികം കൂട്ടി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല നേരിയ തളിര് പോലത്തെ ഒരു ദോശ, ഭയങ്കര ടേസ്റ്റാണ് തിന്നാൻ. അപ്പം ഇതിങ്ങനെ ചുടുമ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും. പിന്നെ കറി തലേന്നെല്ലാം അങ്ങനെയെല്ലാം തന്നെ രാവിലെ ഒപ്പിക്കും. അല്ലാണ്ട് രാവിലെ തന്നെ എണീച്ചിട്ട് അങ്ങനെ അതിനായിട്ടൊരു കറി ഉണ്ടാക്കൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും റൊട്ടി മാത്രം ചുട്ട് കറിയെല്ലാം തലേന്നുള്ളത് തന്നെ ഒപ്പിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് എൻ്റെ 2 ബ്രദേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നായിരുന്നു രാത്രി വിളിച്ചു പറഞ്ഞ് ചിലപ്പോൾ അങ്ങോട്ട് വരുന്ന ആളാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ തലേന്ന് പുറത്ത് പോയിട്ട് എത്തുമ്പോൾ തന്നെ നല്ലോണം ലേറ്റ് ആയിനു. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ പിന്നെ എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ ഒരു ബിരിയാണി തന്നെ ആക്കാമെന്ന്. പിന്നെ മധുരവും പുഡിങ് അങ്ങനെയൊന്നും ഉണ്ടാക്കാനും പറ്റിയിട്ടില്ല. പിന്നെ മധുരമൊന്നും അങ്ങനെ അധികം കഴിക്കുന്ന ആൾക്കാരൊന്നുമല്ല. അതുകൊണ്ട് ഇതാ ബിരിയാണിൻ്റെ വീഡിയോ പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. ഓൾറെഡി ഞാൻ 2 ബിരിയാണിൻ്റെയും നല്ല പെർഫെക്റ്റ് റെസിപ്പി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഫിഷ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല. ലാസ്റ്റ് ഇതാ ബിരിയാണിയിൽ ഇങ്ങനെ ദമ്മാക്കാൻ വേണ്ടി വെച്ച്. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല, ഇതന്നെ ഉള്ളൂ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും. പിന്നെ കുറച്ച് പായസം ഉണ്ടാക്കി. പിന്നെ ഇതാ അവരെത്തിയിട്ടുണ്ട്, അവർക്കുള്ള ജ്യൂസെല്ലാം ഉണ്ടാക്കി അതെല്ലാം കൊടുത്ത്. പിന്നെ ഇതാ പായസം, അതും അവർ കുടിക്കുന്നൊന്നുമില്ല. പിന്നെ പാലും ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും കുറേ നാളായി പായസമെല്ലാം ഉണ്ടാക്കിയിട്ട്. അപ്പോൾ പിന്നെ ഇനി നോമ്പെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പായസമൊന്നും ഉണ്ടാക്കില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് പായസം അവിടെ റെഡിയാക്കി. പിന്നെ ചിക്കൻ ഫ്രൈയും ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതാ എല്ലാം വന്ന് അവർ കുടിക്കാനെല്ലാം കുടിച്ച് വർത്താനെല്ലാം പറഞ്ഞ് പിന്നെ ചോറിതാ വിളമ്പാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും ചോറ് തിന്നാൻ വേണ്ടി ഇരുന്ന് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച്. പിന്നെ ഞാൻ ബിരിയാണി അങ്ങനെ തിന്നിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാൻ ലേറ്റായി. അതുകൊണ്ട് ഞാൻ ബിരിയാണി കഴിച്ചിട്ടില്ല, കുറച്ച് പായസം മാത്രം കുടിച്ച്. അങ്ങനെ ലഞ്ചെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇതാ നമ്മൾ ദേരയിലേക്കൊന്ന് വരേണ്ടതുണ്ടായിനേനും. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തലവേദന പോലെ, എന്നാൽ കുറച്ച് ചായ കുടിക്കാം, അങ്ങനെ ചോറൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ചായയും റോളും പിന്നെ ഫിലാഫിലും കുറച്ച് ഉള്ളിവടയെല്ലാം വാങ്ങിയിട്ട് അവിടെ നിന്ന് അത് കഴിച്ച്. പിന്നെ ഇത് അവിടുത്തെ കുറച്ച് ഷോപ്പിങ്ങും കഴിഞ്ഞ് പെരുന്നാളിൻ്റെ എന്താ പറയുക ബാക്കിയുള്ള സാധനങ്ങൾ അതെല്ലാം മേടിച്ച്. പിന്നെ അവിടെ നിന്ന് മാത്രം കിട്ടുന്ന സാധനങ്ങളുണ്ടാവില്ല ഡയറിയിലെല്ലാം പോയി കഴിഞ്ഞാൽ, അങ്ങനെ അതെല്ലാം വാങ്ങിക്കഴിഞ്ഞ് കുറച്ച് ആക്സസറീസും അതെല്ലാം നോക്കി അങ്ങനെ എന്തെല്ലാം വാങ്ങി. അപ്പം തന്നെ കുറച്ച് എന്താ പറയുക ലേറ്റായി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വേഗം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നോമ്പായാലും അല്ലാത്തപ്പോഴും എല്ലാം ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിക്കുന്ന ഷോപ്പ് എപ്പോൾ ഇതന്നെ ആയിരിക്കും. അപ്പോൾ അവിടെ എത്തി. അപ്പോൾ ഇത് ഫുള്ള് ഇന്ന് ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമേ ഇന്ന് ഷോപ്പ് ചെയ്തിട്ടുള്ളൂ, ബാക്കി ഗ്രോസറി ഷോപ്പിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ആ നോമ്പിൻ്റെ സാധനം വാങ്ങിക്കില്ല, അതെല്ലാം ബാക്കിയുണ്ട്. അതെല്ലാം ഇനി നോമ്പിന് 2-3 ദിവസം മുമ്പായിരിക്കും. അപ്പോഴാണല്ലോ നമ്മൾ ഈ ചിക്കനും ഫ്രൂട്ട്സും വാങ്ങിക്കുന്ന തൊട്ട് 2 ദിവസം മുമ്പ് അങ്ങനെയല്ലായിരിക്കുമല്ലോ, അതേ മേടിച്ചൊന്നും വെക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു പണിയും ഒരുക്കങ്ങളെല്ലാം ബാക്കിയുണ്ട്. അപ്പോൾ ഇത് ഓൺലി ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം. അപ്പോൾ അവിടെ എത്തിയാൽ എപ്പോഴും ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കുക. അപ്പോൾ അവിടെ എത്തിയപ്പം കുറേ ചോക്ലേറ്റെല്ലാം എടുത്തിരുന്നുണ്ട്, ഓരോ സാമ്പിൾ നമ്മളെ കൊണ്ട് തിന്നിക്കുന്നുണ്ട് അതിന്. അപ്പോൾ ഓരോ ടേസ്റ്റ് നോക്കിയിട്ട് ഓരോ എന്താ പറയുക ഓനിങ്ങനെ കാണിച്ചു തരാം, അപ്പോൾ അതെടുത്തോ എന്ന് പറയും. അങ്ങനെ അതെല്ലാം മേടിച്ച് പിന്നെ അവിടെ എത്തിയപ്പോൾ ഞാൻ പിന്നെ കുറച്ച് വീഡിയോ എടുത്തതേ ഉള്ളൂ. അങ്ങനെ ഇതാ അവിടെ നിന്ന് ആ സാധനമെല്ലാം വാങ്ങി
പിന്നെ നേരെ ലുലുവിലേക്കേനു പോയെ. അപ്പോൾ ലുലുവിൽ നമ്മൾ പെറ്റിൻ്റെ കോക്കോൻ്റെ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതേനു. അവിടെ ഭയങ്കര ഓഫേഴ്സും കാര്യങ്ങളും നല്ല തിരക്കും. അപ്പം അങ്ങനെ സാധനം വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നും കയറിയതല്ല. പക്ഷെ അവിടെ എത്തിയപ്പം കുറേ എന്താ പറയുക, നോമ്പെല്ലായതുകൊണ്ട് നല്ല ഓഫറും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിന് ഭയങ്കര ആൾക്കാരുണ്ട്, കൗണ്ടറെല്ലാം നല്ല ക്യൂയിന്, ലേറ്റായി എന്നിട്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഓഫറെല്ലാം കണ്ടപ്പോൾ അങ്ങനെ കുറച്ച് ഓർമ്മയിലുള്ള സാധനം മാത്രം എടുത്ത്, ഞാൻ ശരിക്കും നോമ്പിനിൽ എഴുതി വെച്ചിട്ടല്ല പോകാൻ, എന്തെല്ലാം വാങ്ങിക്കാൻ കൂടെ ഒന്നും വരില്ലല്ലോ. അപ്പോൾ ഇതങ്ങനെ എൻ്റെ ഓർമ്മയിലുള്ള കണ്ട എന്തെല്ലോ അങ്ങനെ എടുത്ത്. അങ്ങനെ ഒരു ഷോപ്പിംഗ് എന്ന് പറയാനും പറ്റില്ല. ഇനി ബാക്കിയുള്ളതെല്ലാം വാങ്ങാനും കിടക്കുന്നുണ്ട്. അപ്പോൾ തിരക്കായതുകൊണ്ട് തന്നെ എന്താ പറയുക, ഓടിപ്പാഞ്ഞിട്ട് എന്തെല്ലോ എടുത്തിട്ടിങ്ങ് വന്നു. പിന്നെ കുറച്ച് വീഡിയോസ് എടുത്തുകൊണ്ട് ഈ പാത്രങ്ങളുടെ സെക്ഷൻ എന്തെല്ലോ കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ അങ്ങോട്ടൊന്നും ഞാൻ അധികം പോയിട്ടില്ല. മുമ്പിൽ കണ്ട തന്നെ ഇങ്ങ് എടുത്തിട്ട് വന്നു. പിന്നെ ബാക്കി പിന്നെ വാങ്ങിക്കാമെന്നുള്ളതില്ലേ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, കാലിക്കറ്റ് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇത് അവിടെ എത്തി. അവിടെയും നല്ല ആളുണ്ടായിനേനും. തുടങ്ങിയ പാടായതുകൊണ്ടും വീക്കെൻഡ് ആയതുകൊണ്ടെല്ലായിരിക്കും. അങ്ങനെ ഇത് ഉള്ളിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഒരു ചായ കൂടി കുടിച്ച്, അപ്പോൾ എല്ലാവരും ഇരുന്നിട്ട് അവിടെ നിന്ന് ചായ കുടിക്കുന്നു. അപ്പോൾ അത് കണ്ടപ്പം പുതിയ അങ്ങനെ അവിടെ നിന്നൊരു ചായ കുടിച്ച് വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് പിന്നെ ഇത് അവിടെ എത്തി ഫുഡെല്ലാം ഓർഡർ ചെയ്ത് ഫുഡെല്ലാം എത്തി കഴിച്ച്. അപ്പം അങ്ങനെ ഇതാ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തി. ഇനി ഇതാ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഒന്ന് നോക്കുക, ബുർക്കെല്ലാം ഒന്ന് ഇട്ട് വെക്കൽ, അങ്ങനത്തെ കുറേ പണിയെല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഫുള്ളായിട്ട് കാണുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.